ഈ കാണുന്ന ബക്കറ്റുകളിൽ കിടക്കുന്നത് ജൈൻറ്റ് ഗൗരാമികളാണ്. ആദ്യത്തെ ഈ 3 ബക്കറ്റിൽ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളാണ്. അവസാനത്തെ ഈ 2 എണ്ണത്തിലാണ് നമ്മുടെ ആൽബിനോ ജൈൻറ്റ് ഗൗരാമികൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ആൽബിനോകൾ കിടക്കുന്ന 2 ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ കണ്ടിന്യൂസ് ആയി പെയ്യുന്നതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും അതൊക്കെ മാറി വരികയാണ്. ഇപ്പോൾ ഈ ബക്കറ്റുകളിലുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ മഴയ്ക്ക് മുമ്പ് പിടിച്ചതാണ്. ആ ഒരു സമയത്ത് വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഫില്ല് ചെയ്തതാണ്. മഴ തുടങ്ങിയതിന് ശേഷം ടെമ്പറേച്ചറിലും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പിടിച്ചു വെച്ച ഈ ഒരു വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്ന ആദ്യത്തെ ബക്കറ്റിലെ വെള്ളം നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു മീനിന് നിൽക്കാൻ പാകത്തിന് വെള്ളം വെച്ച് ബാക്കിയെല്ലാം നമ്മൾ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗൗരാമി ആദ്യത്തെ ബക്കറ്റിൽ കിടക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പുറത്തേക്കൊന്നും എടുക്കുന്നില്ല, ഇങ്ങനെ വെച്ച് തന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് വേറെ ബക്കറ്റുകളിലൊക്കെ അർജൻറ്റായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട് ഈ മഴ വന്നതുകൊണ്ട്. ഇപ്രാവശ്യം നമ്മൾ പുറത്തേക്കൊന്നും എടുക്കുന്നില്ല. സാധാരണ നമ്മൾ പുറത്ത് ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നർ വെച്ച് അതിലേക്കൊക്കെ മാറ്റി നമ്മൾ ക്ലോസപ്പ് ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വാട്ടർ ചേഞ്ച് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല മീനുകൾക്ക് പുറത്തേക്ക് എടുക്കുന്ന സമയത്തൊക്കെ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാത്തത്. ഇങ്ങനെ വെച്ച് തന്നെ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 2 ആൽബിനോ ജയൻറ്റ് ഗൗരാമികൾ. വളരെ ചെറിയ സൈസിൽ നമ്മൾ വാങ്ങിയതാണ്. ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസിൽ നമ്മൾ വാങ്ങിയതാണ്. ആ ഒരു സമയത്ത് നമുക്കിതിന് പ്രൈസ് വന്നത് ഒരു പീസിന് 150 രൂപയാണ്. അങ്ങനെ 300 രൂപയ്ക്ക് നമ്മൾ 2 എണ്ണത്തിന് വാങ്ങുകയാണ് ചെയ്തത്. ആ 2 എണ്ണമാണ് ഈ 2 ബക്കറ്റിലായിട്ട് ഇപ്പോൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഹെൽത്ത് സംബന്ധമായിട്ട് യാതൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ബക്കറ്റിൽ ആൽഗെ വാട്ടറിലാണ് ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു പച്ച കളറിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇവരെ കളറും കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം മൊത്തത്തിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മഴക്കാലത്ത് ഫംഗസ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഗ്രീൻ കളറിലേക്ക് വരും. പിന്നെ ഇവർ ആ ഒരു വാട്ടറിലാണ് കുറച്ച് നാൾ കിടക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇവരുടെ കളറ് കാര്യങ്ങളൊന്നും അങ്ങനെ ഫെയ്ഡ് ആവുന്നില്ല. വൈറ്റ് ഇപ്പോൾ ഞാൻ സൈഡ് ഭാഗത്തു നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നല്ല വെൽവെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്രൈറ്റായിട്ട് വളരെ ക്ലീനായിട്ട് വെൽവെറ്റ് പോലെ ഷൈൻ ആവുന്നുണ്ട്, അതായത് തിളങ്ങുന്നുണ്ട്. കാരണം അത് അത്തരത്തെ അവരുടെ ആ ഒരു ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് പച്ച കളറാണ്, പ്യുവറായിട്ട് പച്ച കളറുള്ള വെള്ളത്തിലാണ് ഈ ഒരു ആൽബിനോ ജയൻറ്റ് ഗൗരാമി എടുക്കുന്നത്. അത് കണ്ടില്ലേ. ഇത്തരത്തിലുള്ള വെള്ളത്തിലേക്ക് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലേക്ക് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കില്ല. അതായത് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ശരീരത്തിലെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആൽഗെ വാട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ആൽഗെ വാട്ടർ കൊണ്ട് ഗൗരാമികൾക്ക് യാതൊരു പ്രശ്നവും വരാറില്ല. സാധാരണ ആൽഗെ വാട്ടറിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെന്ന് പറയാറുണ്ട്. കാരണം ആൽഗയും റെസ്പിറേഷന് വേണ്ടി ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗൗരാമികൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ വരാറില്ല. ഈ ആൽഗെ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ വരാറില്ല. അത് കൂടുതലും ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൽഗെ വാട്ടറിൽ ഗൗരാമികളെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ ബോഡിക്ക് നല്ല പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നൊക്കെ. ഇപ്പോൾ ഈ ബക്കറ്റിലും നമ്മൾ ഫ്രഷ് വാട്ടർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ക്ലൗഡിയാണ് ഈ ഒരു ബക്കറ്റിലെ വെള്ളം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ഫുള്ളായിട്ട് അങ്ങ് വലിച്ച് കളഞ്ഞില്ല. അപ്പോൾ ഈ ഒരു മീൻ നിൽക്കുന്ന അത്രയും ഭാഗത്ത് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ടോപ്പപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ച് ക്ലൗഡിനെസ് ഈ ഒരു ബക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ അതൊരു വിഷയമുള്ള കേസല്ല. അത് എങ്ങനെ പോയാലും എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വെച്ചാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഒരു ആൽഗെ ഫോം ചെയ്തൊരു ഗ്രീൻ കളറിലേക്ക് വരും. പിന്നെ ഇതിനകത്തും നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിലുള്ള ആൽബിനോ ജയൻറ്റ് ഗൗരാമികൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 ഇഞ്ച് സൈസൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ്. പക്ഷേ പെല്ലറ്റ് ഫുഡ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് റെക്കമെൻഡഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് ഫുഡ് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് പെല്ലറ്റ് കൊടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഓരോ ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ട് അങ്ങനെയൊക്കെ പെല്ലറ്റ് ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. കൂടുതലായിട്ടും പല ആൾക്കാരും ഇവർക്ക് ഫീഡ് ചെയ്യുന്ന ഇലവർഗ്ഗങ്ങളാണ്, ചേമ്പില പോലുള്ള ഇലകളാണ് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡിങ് കോസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അസുഖങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജയൻറ്റ് ഗൗരാമികൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിസബിലിറ്റിയാണ്. ചില മീനുകൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് നമുക്ക് വാങ്ങുന്ന ഒരു സമയത്ത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കുറച്ച് നാൾ വളർത്തി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇതിനെ വളർത്തുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബൾക്കായിട്ടൊക്കെ വളർത്തുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസബിലിറ്റി ഉള്ള പീസുകളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അസുഖങ്ങളായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതായത് ഫംഗസോ അല്ലെങ്കിൽ ഡ്രോപ്സിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ കാണുന്ന 3 ബക്കറ്റുകളിലും ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരും വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ 2 ആൽബിനോ ജയന്റ് ഗൗരാമികളെ ടബ്ബിലെ വാട്ടർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.